സുഹൃത്തുക്കളെ, വേടൻ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, വേടനെ നിങ്ങൾ എങ്ങനെയൊക്കെ തന്നെ ആക്ഷേപിച്ചാലും വേടൻ ചില കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതിവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. വേടൻ പറഞ്ഞായിരുന്നു, ചെറുപ്പകാലത്ത് സ്കൂളുകളിൽ നിന്നാണ് പലപ്പോഴും പീഡനങ്ങൾ, മാനസിക പീഡനം, ജാതീയമായ പീഡനങ്ങൾ സംഭവിക്കുന്നത് സ്കൂളുകളിൽ നിന്നെന്നാണ് വേടൻ പറഞ്ഞത്. അത് നമ്മുടെ അരുൺകുമാറുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂല് റിപ്പോർട്ടർ ചാനലിലാണ് വേടൻ അങ്ങനെ പറഞ്ഞത്. സ്കൂളുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ആരംഭിക്കുന്നത്. നോക്കൂ, ഇന്ന് ഈ 2025 ഈ പുള്ളിരുന്ന ഈ കാലഘട്ടത്തില് നമ്മുടെ ഒരു സ്കൂളിൽ ഒരു പ്രധാന അധ്യാപിക ഒരു കുട്ടിയെ വിളിച്ച പേരാണ്, നീയൊക്കെ പുലയരല്ലേ, നീയൊക്കെ താഴ്ന്ന ജാതിക്കാരല്ലേ, പഠിച്ചിട്ടൊരു കാര്യവുമില്ലെന്നാണ്. നീയൊക്കെ പുലരല്ലേ, പഠിച്ചിട്ടൊരു കാര്യവുമില്ല. വിദ്യാർത്ഥിക്കെതിരെ ജാതി അധിക്ഷേപം, പ്രധാന അധ്യാപികക്കെതിരെ കേസ് എന്നൊരു വാർത്തയാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് വെക്കാനുള്ളത്. ഇനി എന്താണ് കേസ്, എങ്ങനെയാണ് കേസ് നടന്നത്? നമ്മുടെ ആലപ്പുഴയിൽ പേർക്കാട് MSC LP സ്കൂളിൽ ജാതി അധിക്ഷേപമെന്ന പരാതി. പ്രധാന അധ്യാപിക ഗ്രേസിക്കെതിരെ ഹരിപ്പാട് പോലീസ് കേസെടുത്തു. 4ാം ക്ലാസ് വിദ്യാർത്ഥിയെ കരിങ്കുരങ്ങെന്നും കരിവേടനെന്നും വിളിച്ച് ആക്ഷേപിച്ചുവെന്നും കുട്ടിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നുമാണ് പരാതിയിൽ പറയുന്നത്. കുട്ടിയുടെ അമ്മ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലും ബാലാവകാശ കമ്മീഷനും നൽകിയ പരാതിയുടെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. നോക്കൂ, ഒരു കുട്ടിയെയാണ്, തൻ്റെ മുമ്പിൽ പഠിക്കാനിരിക്കുന്ന ഒരു കുട്ടിയാണ് ഇത് കരിങ്കുരനെന്നും കരിവേടൻ എന്നൊക്കെ വിളിച്ചിട്ട്, എന്താണ് കരിവേടനോ എന്താണ് വിളിച്ചത്, കരിവേടൻ കരിവേടൻ എന്നൊക്കെ വിളിച്ചിട്ട് ആക്ഷേപിക്കുന്നത്. എന്തൊരു ഭീകര ജാതി ചിന്തയായിരിക്കണം ഇത്തരം അധ്യാപികമാരെ തലച്ചോറിന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയാണെങ്കിൽ വേടൻ പഠിക്കുന്ന 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ വേടൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേടന്റെ ക്ലാസ് മുറിയിൽ ഇപ്പോഴിങ്ങനെ ചിന്തിക്കുന്ന ആളുകളെങ്കിൽ അന്ന് അതിനേക്കാൾ ഭീകരമായിട്ട് ജാതി ചിന്തയുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കില്ലേ? ഉണ്ടായിരിക്കണം, 100% ഉണ്ടായിരിക്കണം. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വേടൻ ശരിയാണ്, വേടനാണ് ശരി, വേടൻ മാത്രമാണ് ശരി എന്ന് പറയുന്നത്. ഇത്തരമുള്ള ആളുകളെ കുറിച്ചാണ് വേടൻ തന്നെ പാട്ടിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുലയരെല്ലാരും കൂടി ചേരമനായാൽ എന്താ, പുലയന്റെ പുല മാറുമോ എന്ന് വേടൻ ചോദിക്കുന്നുണ്ട്. ഇവരെല്ലാം കൂടി വേറെ ജാതിയിലേക്ക് പോയി. ഈ പുലയന്മാരെല്ലാരും കൂടിയിട്ട് ബ്രാഹ്മണ സമൂഹത്തിലേക്കാണ് ജാതി മാറി എന്ന് വിചാരിക്കുക. വേടന്റെ ജാതി മാറ്റുമോ, അല്ലെങ്കിൽ വേടന്റെ ജാതി മാറിയിട്ട് നിങ്ങൾ ആരെങ്കിലും സംസാരിക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞിട്ട് സുഹൃത്തുക്കളെ, ബാക്കി വാർത്തകൾ എങ്ങനെയാണ്? പരാതിക്കാരുടെ 2 മക്കൾ MSC LP സ്കൂളാണ് പഠിക്കുന്നത്. ഇവിടുത്തെ പ്രധാന അധ്യാപികയായ ഗ്രേസി കുട്ടിക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. പരാതി, ഒരു ദിവസം മുഴുവൻ മകനെ മൂത്രമൊഴിക്കാൻ പോലും വിടാതെ പിടിച്ചു വെച്ചു എന്നതടക്കം ഗുരുതരമായ ആരോപണങ്ങളാണ് അധ്യാപികയ്ക്കെതിരെ ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ 18 സ്കൂളിൽ നിന്ന് തിരികെ വന്ന കുട്ടിയുടെ കയ്യിലെ പാടുകൾ കണ്ട് ചോദിച്ചപ്പോൾ ഗ്രേസി ടീച്ചർ തന്നെ അടിക്കുകയും കവിളിൽ കുത്തുകയും കയ്യിൽ പിച്ചുകയും ചെയ്തെന്നാണ് മകൻ പറഞ്ഞതെന്നും, മകൻ കറുമ്പനാണെന്നും കറുത്ത് കരിങ്കുരങ്ങിനെ പോലെയാണെന്ന് ഇരിക്കുന്നതും, നീയൊക്കെ പുലയന്മാരല്ലേ, നീയൊന്നും പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നും പ്രധാന അധ്യാപിക പറഞ്ഞെന്നും അമ്മ പരാതിയിൽ പറയുന്നു. സുഹൃത്തുക്കളെ, ഇങ്ങനെയാണ് ഇപ്പോൾ പരാതിയിൽ കിടക്കുന്നത്. കുട്ടികളെ പഠിപ്പിക്കേണ്ട, കുട്ടികൾക്ക് നേർവഴി പറഞ്ഞു കൊടുക്കേണ്ട, കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ജാതീയ ചിന്തകളെല്ലാം ഒഴിവാക്കണമെന്ന് പറഞ്ഞേണ്ട, കുട്ടികളുടെ മനസ്സിലേക്ക് അതിഭീകരമായ മതചിന്തകൾ ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട, ആളുകൾ മുഴുവൻ മനുഷ്യന്മാരെന്ന രീതിയിൽ ഒറ്റ ഏകോദര സഹോദരന്മാരെന്ന രീതിയിൽ കാണണമെന്ന് പഠിപ്പിക്കേണ്ട, പരസ്പരം അപ്പുറത്തുപ്പിടിക്കുന്ന ആൾക്കാരുടെ നിറങ്ങളിലൊന്നും കാര്യമില്ല, നമ്മളെ തലച്ചോറിൽക്ക് മാത്രമാണ് കാര്യം, നമ്മളെ പഠിപ്പിക്കുന്ന വിഷയം നമ്മളെ പഠിക്കുന്ന വിഷയത്തിൽ മാത്രമാണ് കാര്യമെന്ന് പറഞ്ഞു കൊടുക്കേണ്ട, നിറമൊന്നുമല്ല ഈ നാടിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അധ്യാപികയാണ് സ്വന്തം തൻ്റെ ക്ലാസ് മുറിയിലെ കുട്ടിയെ കരിങ്കുരങ്ങെന്നും കറുത്തവനെന്നും പുലയനെന്നും പറഞ്ഞ് ആക്ഷേപിക്കുന്നത്. ഇതാ ഞാൻ പറഞ്ഞേ, വേടൻ ഇക്കാലത്തും എന്തുകൊണ്ട് ശരിയാകുന്നു എന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും കഴിഞ്ഞിട്ടില്ല. ഈ ഒരു കേസ് ഇത് ശരിയല്ലേ, അല്ലെ ശരിയല്ലാതിരിക്കുമോ എന്ന രീതിയിലൊക്കെ പല ആൾക്കാർക്ക് സംശയമുണ്ട്. ഈ അമ്മയെ പലരും പോയിട്ട് സ്വാധീനിക്കാനൊക്കെ ശ്രമം നടത്തിയിരുന്നു. അമ്മ ഈ കേസൊക്കെ പിൻവലിക്കാമെന്ന രീതിയിലൊക്കെ ശ്രമം നടത്തിയിരുന്നു. അല്ലെങ്കിൽ ഈ അമ്മ വെറുതെ ജാതിക്കാട് ഇറക്കുകയാണ്, ഇപ്പോൾ ഒരു ഗ്രേസി എന്ന് പറയുന്ന അധ്യാപികയ്ക്കെതിരെ ജാതിക്കാട് ഇറക്കുകയാണെന്ന രീതിയിലടക്കം ചില ആരോപണങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ അമ്മ തൻ്റെ മകന്റെ ഒപ്പം ഉണ്ടാക്കി വെച്ചുള്ള, അല്ലെങ്കിൽ തൻ്റെ മകനെതിരെ ഒരു ഗ്രേസി എന്ന് പറഞ്ഞ ടീച്ചർ ചെയ്ത ഒരു കുറ്റകൃത്യത്തിനെതിരെ തൻ്റെ അമ്മ കൊടുത്ത പരാതിയിൽ അമ്മ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. പുലയൻ എന്നാൽ എന്താണ് അമ്മയെന്ന് എൻ്റെ മകൻ ചോദിച്ചു. നോക്കൂ, ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് എത്ര പെട്ടെന്നാണ് ജാതീയമായിട്ടുള്ള ഒരു വിഷം, ഒരു ഡിവിഷൻ ഉണ്ടാക്കി വെച്ചെന്ന് ആലോചിച്ച് നോക്കി. ആ പാവം കുട്ടി വീട്ടിൽ പോയിച്ചു. ഒരുപക്ഷെ അമ്മയോ അച്ഛനോ ഒപ്പമുള്ള കൂട്ടുകാരുകളൊന്നും ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ നിറത്തെപ്പറ്റി ഒന്നും സംസാരിക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷേ
ആ ഒരു മുതിർന്നു പോയ ആ ഒരു അധ്യാപികയുടെ തലച്ചോറിൽ അതിഭീകരമായ ജാതി വിഷമുണ്ട്, മതവിഷമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള ആളുകളെയാണ് അധ്യാപക സമൂഹത്തിൽ നിന്ന് ആദ്യം പുറത്താക്കേണ്ടത്. ഇവരൊന്നും സസ്പെൻഷനിൽ ഒതുക്കിയാൽ പോരാ. ഇവരൊന്നും അധ്യാപക എന്ന ഒരു പദം എടുത്തണിയാൻ പോലും അർഹരെന്നല്ലാണ്. ഇവരൊക്കെ പുറത്താക്കണം. വേറെ വല്ല പണിയും ചെയ്ത് ജീവിക്കുന്ന പറഞ്ഞാൽ അവരെ പുറത്താക്കണം. ഇതെല്ലാം പ്രിവിലേജും കിട്ടി പണം കിട്ടി മുന്നോട്ട് പോകുമ്പോൾ ആ തിന്ന് തിളപ്പേറിയിട്ടാണ് ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള ജാതീയമായിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ ആക്ഷേപിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞിട്ടില്ല. ആ മകൻ ചോദിക്കുന്നു പാവം അമ്മയോട്, പുലയൻ എന്നാൽ എന്താണമ്മ എന്ന് മകൻ ചോദിച്ചപ്പോൾ അമ്മയുണ്ടല്ലോ, അമ്മയ്ക്കൊരു സൊല്യൂട്ട് കൊടുക്കണം. അമ്മ കൊടുത്ത ഉത്തരം എങ്ങനെയാണ്? അയ്യങ്കാളി അപ്പൂപ്പനെ പോലെ വലിയ ആളാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു എന്നാണ് അമ്മ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ. മകൻ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തത് അയ്യങ്കാളി അപ്പൂപ്പനെ പോലെ ഒരു വലിയ ആളാണ് പുലയൻ എന്നുള്ളതാണ്. നോക്കൂ, അവരാണ് ജനാധിപത്യ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ കേരള സമൂഹത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ സ്ത്രീ അവരാണെന്ന് ഞാൻ പറയും. കാരണം പുലയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതിയാണെന്ന് മറ്റുമെന്ന് പറഞ്ഞു കൊടുക്കാനല്ല നിന്നത്. അയ്യങ്കാളി അപ്പൂപ്പനെ പോലെ ഒരു വലിയ ആളാണ്. അതിൽ അപമാനപ്പെട്ടിരിക്കേണ്ട ഒന്നല്ല, അത് അഭിമാനിക്കേണ്ട ഒന്നാണെന്ന് മകനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നു ഈ ഒരു അമ്മ. പ്രധാനാധ്യാപികക്കെതിരായിട്ട് ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു അമ്മ. ഉറച്ചു നിൽക്കണം. ഇങ്ങനെ ആക്ഷേപിക്കപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. അവർ മുഴുവൻ ഇപ്പോഴെങ്കിലും പുറത്തു വരണം. തളർന്ന് മിണ്ടാതെ കുത്തിരിക്കാതെ. അധ്യാപികമാരടക്കം ഒരുപക്ഷെ പല അധ്യാപകർക്കും ഈ ഒരു അധ്യാപികയുടെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയുമായിരിക്കാം. ഉണ്ടെങ്കിൽ ആ അധ്യാപകമാർ ഇവർക്കെതിരെയുള്ള ഇവര് ഈ കുട്ടികളോട് ഇങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ ഇത്ര താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള അധ്യാപകന്മാരോടും ഇവരെങ്ങനെ പെരുമാറുന്നുണ്ടായിരിക്കും? എന്തൊക്കെ എട്ടിന്റെ പണി ഇവർ വെച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും? അപ്പോൾ ആ അധ്യാപകമാർ കൂടി പുറത്തു വരണം. ഇങ്ങനെ ആക്ഷേപം കേട്ട കുട്ടികൾ പുറത്തു വരണം. ആ കുട്ടികളെ രക്ഷിതാക്കൾ പുറത്തു വരണം. ഈ അധ്യാപകരുടെ പണി തെറിക്കണം. ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരിനി ജോലി അവിടെ ചെയ്യാൻ അർഹരല്ലെന്നർത്ഥം. മതി ജോലി ചെയ്തതെന്നർത്ഥം. സുഹൃത്തുക്കളെ, ബൈ.